അപ്പോൾ ബാക്കിയുള്ള എൻ്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കണ്ട ഒരു ബുക്ക് കഫേ കൺസെപ്റ്റിലുള്ള ഒരു കോഫി ഹൗസാണ്. അപ്പോൾ അതൊക്കെ കണ്ട് മുന്നോട്ട് പോയപ്പോൾ ഒരു എന്താ പറയുക വെജിറ്റബിളിൻ്റെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളുള്ള ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ ജസ്റ്റ് റേറ്റൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചൊന്ന് കയറി. പോമഗ്രാനൈറ്റ് 1.50 അസർബൈജാനി, പല റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഓറഞ്ച് 2 Azerbaijan, sorry, 2 this is 1 Azerbaijani. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. ഫസ്റ്റത്തെ ദിവസം പോയ സിറ്റി ടൂറിൻ്റെ ബാലൻസ് ഉള്ള 2-3 സ്ഥലങ്ങൾ മാത്രമാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ ഞാൻ ബാക്കുവിൽ 3 ഡേയ്സും 4 നൈറ്റ്സും ഉണ്ടായി. എൻ്റെ ടോട്ടൽ ചിലവ് ഞങ്ങൾക്ക് വന്നത് 1000 ദിറംസ് മാത്രമാണ് കേട്ടോ. ഹലോ ഗെയ്സ്, അപ്പോൾ ഞങ്ങളുടെ തേർഡ് ആണ്. അപ്പോൾ ഇന്ന് പെട്ടു ഗെയ്സ്. നമ്മൾ മഴ പ്രതീക്ഷിക്കാത്ത മഴ, ചെറിയ മഴയാണ്, ലൈറ്റ് മഴയാണ്, പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് ഉണ്ടാവും, 10 നല്ല തണുപ്പുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ 28 ആളുടെ മുമ്പിലാണുള്ളത്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ 28 മെട്രോ സ്റ്റേഷനുണ്ട്. മെട്രോ സ്റ്റേഷൻ്റെ പുറകിൽ ഇതേപോലെ തന്നെ നമുക്ക് ട്രെയിനിൻ്റെ ബസ്സിൻ്റെ കാർഡൊക്കെ റീചാർജ് ചെയ്യാനുള്ള മെഷീൻസ് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റായിട്ട് പോകുന്നത് ഹൈദർ അലിയേവ് സെൻറ്ററിലേക്കാണ്. മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ കുറേ സമയം നടക്കാനും നല്ല തണുപ്പുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രകൃതിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഈ കാണുന്നതാണ് ഹൈദർ അലിയേവ് സെൻറ്റർ. അതായത് ഇവിടുത്തെ ഒരു യൂണീക്കായിട്ടുള്ളൊരു ആർക്കിടെക്ചർ ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ചാൽ മ്യൂസിയം ഉണ്ട്, അതേപോലെ എക്സിബിഷൻ സെൻറ്റർ ഉണ്ട്, കോൺഫറൻസ് ഹാളൊക്കെ ഉണ്ട്, പിന്നെ അതേപോലെ വിൻറ്റേജ് കാറിൻ്റെ ഒക്കെ ഒരു കളക്ഷൻ ഉണ്ട്. ഇവിടുത്തെ എൻട്രൻസ് ചാർജ് വന്നിട്ട് 15 അസർബൈജാനാണ് നോർമൽ മ്യൂസിയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ വിൻറ്റേജ് കാറിൻ്റെ കളക്ഷൻ കാണണമെങ്കിൽ അതിന് 10 അസർബൈജാനി എക്സ്ട്രാ കൊടുക്കണം. അസർബൈജാൻ്റെ മുന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഹൈദർ അലിയേവിൻ്റെ പേരിലാണ് ഈ സെൻറ്റർ അറിയപ്പെടുന്നത് കേട്ടോ. കുറച്ച് മുന്നോട്ട് ഇറങ്ങി വരികയാണെങ്കിൽ ഇങ്ങനെ ലവ് ബാക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ഉച്ച സമയമായി, എന്തെങ്കിലും കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് റെസ്റ്റോറൻറ്റൊന്നും പെട്ടെന്ന് കിട്ടിയില്ല. അപ്പോൾ മുന്നിൽ കണ്ട ഒരു മക്ഡൊണാൾഡിൻ്റെ അകത്ത് കയറി 550 മനാത്തിന് ഒരു ബർഗർ കോംബോ കിട്ടി. ഒരാൾക്ക് 550 ആണ്. ഞങ്ങൾ അടുത്തതായിട്ട് പോയത് ഗവൺമെൻറ് ഹൗസ് ഓഫ് ബാക്കു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബിൽഡിങ്ങിലേക്കാണ്. ഇവിടെയാണ് മന്ത്രിസഭാ ഓഫീസുകളും മന്ത്രാലയങ്ങളൊക്കെ ഉള്ള പ്രധാന ബിൽഡിങ്ങും കേന്ദ്രമാണ്. 1936 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 1952 ഇത് ഫിനിഷ് ആയത് കേട്ടോ. ആ സമയത്ത് സോവിയറ്റ് യൂണിയൻ്റെ ഭരണമായിരുന്നു. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ കാണുന്ന ഒരു പാർക്കും അതേപോലെ കാസ്പിയൻ കടലിനോട് ചേർന്നിട്ടുള്ള ബാക്കു ബോളിവുഡ് എന്ന് പറഞ്ഞ ഏരിയയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോയി. ഈ കാണുന്ന മസ്ജിദിൻ്റെ പേരാണ് ബീബി ഹൈബത്ത് മസ്ജിദ്. 13-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചത് കേട്ടോ. 1936 സോവിയറ്റ് യൂണിയൻ്റെ ഭരണകാലത്ത് ഇത് പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെടുമായിരുന്നു. അതിനുശേഷം 1997 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത് പുനർനിർമ്മിക്കാനുണ്ടായത്. അപ്പോൾ ബാക്കു അസർബൈജാനിലെ ഞങ്ങളുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഞങ്ങളും 3 ഡേയ്സ് ഞങ്ങൾ ഉണ്ടായിരുന്നു, അതേപോലെ 4 നൈറ്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ടോട്ടൽ വന്ന ചിലവ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 1000 ദിറംസ് ആയിരുന്നു. ഞങ്ങൾ 2 പേരാണ് പോയത്.
അപ്പോൾ ഞങ്ങൾ പോകാത്ത 1-2 സ്ഥലം കൂടി ഞങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യാം. ഷഹദാഗ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അതേപോലെ ഗബാല ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഈ 2 സ്ഥലങ്ങളും നമ്മൾ ബാക്കുവിൽ നിന്ന് ഏകദേശം ഒരു 3-4 മണിക്കൂറൊക്കെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം കേട്ടോ. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ബാക്കുവിൽ നിന്നും അബുദാബിയിലേക്ക് പോകണം കേട്ടോ. ബോൾട്ട് ആപ്പ് വഴി ത്രൂ തന്നെയാണ് ബുക്ക് ചെയ്തത് ടാക്സി. 1.3 മനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷട്ടിൽ ബസ്സിൽ നമുക്ക് എയർപോർട്ടിലേക്ക് പോകുന്നതാണ്. തിരിച്ചും 1.3ലേക്ക് സിറ്റിയിലേക്കും വരാവുന്നതാണ് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു സ്റ്റേഡിയത്തിന് പറയുന്ന പേരാണ് ഒളിമ്പിക് സ്റ്റേഡിയം, ബാക്കു ഒളിമ്പിക് സ്റ്റേഡിയം. പക്ഷേ ഇവിടെ ഒളിമ്പിക്സ് ഇവിടെ നടന്നിട്ടില്ല, പക്ഷെ അതിനു വേണ്ടി നിർമ്മിച്ചതാണ്. അതിന് വെച്ച ബിഡ് വന്നിട്ട് സക്സസ്ഫുൾ ആയില്ല. പക്ഷേ നിരവധി യൂറോപ്യൻ ഗെയിംസും അതേപോലെ യൂറോ കപ്പൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഹൈദർ അലിയേവ് എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ബാക്കിൽ നിന്നും അബുദാബിയിലേക്ക് പോകുമ്പോൾ ദുബായിയുടെ മേലെ കൂടെയാണ് കേട്ടോ ഇത് പറക്കുന്നത് ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് താഴെയുള്ള കുറച്ച് എന്താ പറയുക വ്യൂസൊക്കെ കണ്ടു പോകുന്നതാണ്. ദുബായ് പാം അതേപോലെ തന്നെ ബുർജിൽ അറബൊക്കെ നമുക്ക് ഫ്ലൈറ്റിലിരുന്നുകൊണ്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.